ഒരു സീസണാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കേട്ടോ. ജൂൺ 1 മുതൽ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് സീസണാണെന്നാണ് നമ്മുടെ പൊതുജനങ്ങളുടെ വിശ്വാസമൊക്കെ. പക്ഷേ സീസണിൻ്റെ ഒരു അന്തരീക്ഷമോ നേരത്തേക്ക് നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതുപോലെ ഒരു തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. പ്രധാനമായിട്ടും കാറ്റെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി കാറ്റ് കഴിഞ്ഞ് ഇനി ഏകദേശം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞാൽ ഇനി പഴയതുപോലെ സീസൺ ടൈമിനൊക്കെ കാണുന്നത് പോലെ മീനും വള്ളക്കാരൊക്കെ വരുമെന്നാണ് വിശ്വാസം. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ വീഡിയോസൊക്കെ കണ്ട കൂട്ടുകാർക്കറിയാം, ഏകദേശം 100-ൽ കൂടുതൽ വള്ളക്കാർ ഇവിടെ കരയ്ക്ക് അടുപ്പിച്ച് കഴിഞ്ഞാൽ 100-ൽ കൂടുതൽ വള്ളക്കാർ വീണ്ടും വെയിറ്റിംഗ് ആയിരിക്കും. ഒരു വള്ളം തള്ളിവിട്ട് കഴിഞ്ഞാൽ അടുത്ത ഒരു വള്ളം കൊണ്ട് അടുപ്പിക്കാനായിട്ട്. അപ്പോൾ ജൂൺ 4-ാം തീയതി രാവിലെ 10:30 മണിക്കുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ കൂട്ടുകാർ കാണുന്നത്. രാവിലെ നിന്ന് മീനൊക്കെ വളരെ കുറവ് തന്നെയാണ്. അപ്പോൾ ചെറിയ ഫൈബർ വള്ളവും അതുപോലെ ഏകദേശം ഒരു 15-20 കിലോമീറ്ററൊക്കെ ഉള്ളിൽ പോയിട്ട് വരുന്ന വള്ളക്കാർക്ക് ചെറിയ സൈസ് അയില ഉണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ അര അയില എന്ന് പറയുന്ന അയിലയ്ക്ക് ഒരു അയില 30 രൂപയാണ് കടപ്പുറ വില. അപ്പോൾ ഈ കാണുന്ന വള്ളക്കാർക്കെല്ലാം ഇതുപോലെ തന്നെയാണ് ചെറിയ സൈസ് അയിലയും അതുപോലെ ചെറിയ നവര മീൻ അങ്ങനത്തെ കുറച്ച് മീനുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരാളിപ്പോൾ പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോൾ വിലയ്ക്ക്, അതായത് പതികളെ പോലെ എന്നാണ് നമ്മുടെ ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ വലയ്ക്ക് ഏകദേശം 30,000 രൂപയുടെ മീനുണ്ടെന്ന് പറയുന്നത്. കാരണം ഈ 100 കണക്കിന് വള്ളക്കാരിന്ന് പണിക്ക് പോയിട്ടുണ്ടെങ്കിലും ഒരേ ഒരു വള്ളത്തിന് മാത്രമാണ് ഇത്രയും മീനുണ്ടായിരുന്നത്. അപ്പോൾ അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ 100 അയില എണ്ണിയെടുത്താണ് കൊണ്ടുവന്നത്. അതിനെ ഇവിടെ തട്ടിയിട്ട് ലേലം ചെയ്യുമ്പോൾ ഏകദേശം 3000 രൂപ വരെ കടപ്പുറ വില പോവുകയാണ്. അപ്പോൾ അത് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ വലിയ സൈസ് അയിലയല്ല കേട്ടോ, ചെറിയ അയിലയാണ്. നമ്മുടെ ഇവിടെ അര അയില എന്നാണ് പറയുന്നത്. അപ്പോൾ രാവിലെ കുറച്ച് വള്ളക്കാർ ഈ നമ്മുടെ ചാളമീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെയൊക്കെ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ചാളമീനൊന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ തമിഴ്നാട് വള്ളക്കാർ ഈ പോയ 2-3 ദിവസമായിട്ട് മീനില്ലാത്തത് കാരണം എല്ലാവരും അവരുടെ നാടുകളിലോട്ട് പോയിട്ടുണ്ട്. കുറേ വള്ളക്കാരിവിടെ കെട്ടിയിട്ടിരിപ്പുണ്ട്. കാറ്റാണ് പ്രധാനമായിട്ടുള്ള വിഷയം. സാധാരണ മൺസൂൺ കാലം വരുമ്പോൾ ഏറ്റവും വലിയൊരു കാറ്റായിട്ട് വരും കേട്ടോ. അതായത് നമ്മുടെ ഈ ഓഹി വന്നില്ലേ, അതുപോലുള്ള ഒരു കാറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ പേടിക്കാതെ വള്ളക്കാരൊക്കെ പണിക്ക് പോകത്തുള്ളൂ. ഈ വന്ന വള്ളത്തിൽ നവര മീനാണ് കൊണ്ടുവന്നത്. നമ്മുടെ കൂട്ടുകാർ കാണാൻ പറ്റും. ഈ കൊണ്ടുവന്ന നവര മീനിന് കുറഞ്ഞത് ഒരു 3000-3500 രൂപയെങ്കിലും വില പോകാനായിട്ട് സാധ്യതയുണ്ട്. അതായത് മാലിൻ്റെ ഒരു അറ്റത്താണ് അത്രയും മീൻ കിടക്കുന്നത്. അപ്പോൾ കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആൾക്കാർ തന്നെയാണ് ഒരുപാട് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇനി ദൂരെ നിന്നൊക്കെ ഒരുപാട് കൂട്ടുകാരൊക്കെ ഇവിടെ വരാനുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കിയും കണ്ട് വന്നാൽ മതി. ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. മീനൊക്കെ ഭയങ്കര വിലയാണ്. അതുപോലെ ട്രോളിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഈ വിഴിഞ്ഞം കടപ്പുറത്തെ സംബന്ധിച്ച് ഈ ചെറിയ വള്ളക്കാർക്ക് ഒരു കാരണവശാലും ട്രോളിങ് നിരോധനമോ കാര്യങ്ങളോ ഒന്നുമില്ല. സാധാരണ ഇവർ ഡെയിലി പോയിട്ട് വരുന്ന വള്ളക്കാരാണ്. ട്രോളിങ് നിരോധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഷിംഗ് ബോട്ടുകൾക്കാണ്. അതായത് ഈ മൺസൂൺ കാലഘട്ടത്ത് മീനൊക്കെ ഈ കുഞ്ഞൊക്കെ വിരിച്ച് കുഞ്ഞൊക്കെ വലുതാകാനായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമ്മളിവിടെ ട്രോളിങ് നിരോധനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വരുന്ന 10-ാം തീയതി ജൂൺ 10 മുതൽ ഏകദേശം 45 ദിവസം വരെ ആയിരിക്കും ട്രോളിങ് നിരോധനം വരുന്നത്. അതുപോലെ കന്യാകുമാരി 45 ദിവസം അടച്ചിട്ട് കഴിഞ്ഞാൽ നീണ്ടകര ഓപ്പൺ ആക്കും കേട്ടോ. നീണ്ടകര എന്നുള്ള ഹാർബർ ട്രോളിങ് നിരോധനം സംബന്ധിച്ച് അത് അടച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കന്യാകുമാരി ഓപ്പൺ ആകും കേട്ടോ. അങ്ങനെയാണ് ഈ ട്രോളിങ് നിരോധനത്തിൻ്റെ ഒരു കാര്യം വരുന്നത്. അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ട്രോളിങ് നിരോധനമോ അങ്ങനെ ഒരു കാര്യവുമില്ല. അപ്പോൾ തമിഴ്നാട് വരെയുള്ള വള്ളക്കാർക്ക് ഏക ആശ്രയമായിട്ടുള്ളത് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറം തന്നെയാണ്, വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കുക. ഇന്നത്തെ ദിവസം ഏതായാലും നിങ്ങൾ വരാനായിട്ട് ഇരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ വിലയും കാര്യങ്ങളൊക്കെ നോക്കാണ്ട് നിങ്ങൾക്ക് മീൻ വാങ്ങാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വരിക. ഇത് അമ്മ എടുത്തുകൊണ്ട് വന്ന നവര മീനാണ്. നല്ല വില പോകാനായിട്ട് സാധ്യത ഉണ്ട്.